വിട്ടുകൊടുക്കും പോലെയല്ല ഒരു മഹാരാജ്യത്തിനു നേരെ നിവർന്നു നിന്ന് യുദ്ധം ചെയ്യുന്നത്. ലെബനനിലും സിറിയയിലുമൊക്കെ യുദ്ധം ചെയ്ത ശീലം വെച്ച് ഇറാന് നേരെ ആയുധമെടുത്തപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു പ്രഹരം താങ്ങില്ല എന്ന കാര്യം. അത് ഇസ്രായേൽ ജനതയ്ക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഇറാന്റെ ഫത്തയും ഷഹാബ് 3യും ഗോറം ഷഹറും ഖദറും യമാദുമൊക്കെ ഇസ്രായേലിന്റെ മണ്ണിൽ തീമഴ പെയ്യ്ക്കുകയാണ്. ആണവായുധം ഇപ്പോൾ നിർമ്മിക്കേണ്ട എന്ന ആയത്തുള്ള അലി ഖമേനിയുടെ ആജ്ഞയനുസരിച്ച് അതിന് മുതിരാതിരുന്ന ഇറാനെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കാൻ തയ്യാറായത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിങ്ങൾ തുടങ്ങിവെച്ച യുദ്ധം ആണവ പോർമുനകൾ ഒന്നുമില്ലാതെ സഹായം നൽകുമെന്നുറപ്പുണ്ടായിട്ടും റഷ്യയോട് പോലും ഒരായുധവും വാങ്ങാതെ ശക്തമായി പ്രതിരോധിക്കുന്ന ഇറാൻ ലോകത്തിന് വലിയ ഊർജവും പ്രതീക്ഷയും അതിനുപരി വലിയൊരു സന്ദേശവും നൽകുന്നുണ്ട്. ആരുടെ മുന്നിലും സ്വന്തം ആത്മാഭിമാനം പണയം വെക്കരുത് എന്ന വലിയ സൈനിക ശക്തിയെ സ്തബ്ധരാക്കിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വൈപരീത്യങ്ങളിൽ ഒന്നായി മാറുന്നു. ഇറാന്റെ പക്കലുള്ള ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ള F-5 അതായത് F-5 ടൈഗർ 2 എന്ന യുദ്ധവിമാനം അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കടന്നുവെന്ന വാർത്ത NBC ന്യൂസ് പുറത്തുവിടുമ്പോൾ അത് കേവലം ഒരു ആക്രമണത്തിന്റെ വാർത്ത മാത്രമല്ല, മറിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പരാജയത്തിന്റെ കഥ കൂടിയാണ്. 1960കളിൽ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളായി ഇറാനിലെത്തിയ F-5 വിമാനങ്ങൾ ഇന്ന് അമേരിക്കയ്ക്ക് തന്നെ തലവേദനയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. വടക്കൻ കുവൈറ്റിലെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രമായ ക്യാമ്പ് ബ്യൂറിങ്ങിന് അതായത് അൽ ഉദൈരി എയർബേസിന് നേരെയായിരുന്നു ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കം. പേട്രിയറ്റ് മിസൈൽ ബാറ്ററികളും ഡോളറൈസേഷൻ എന്നൊരു പ്രതിഭാസം ലോകത്ത് സംഭവിക്കാനിരിക്കുകയാണ്. എന്താണ് ഈ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ? നോക്കൂ, UAE സെൻട്രൽ ബാങ്ക് ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് കേട്ടോ. നോക്കൂ, ഡോളർ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ചൈനീസ് യുവാനിൽ എണ്ണ വ്യാപാരം നടത്താൻ പോവുകയാണ് എന്ന താക്കീതാണ്, ഭീഷണിയാണ് UAE സെൻട്രൽ ബാങ്ക് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. അതായത് പെട്രോ ഡോളർ ഇല്ലാതാകാൻ പോകുന്നു, പകരം പെട്രോ യുവാൻ എന്നൊരു പ്രതിഭാസം ഉണ്ടാകാൻ പോകുന്നു. ആ അർത്ഥത്തിൽ പെട്രോ യുവാൻ ലോകത്ത് തന്നെ ആധിപത്യത്തിൽ വരാൻ പോവുകയാണ്. അമേരിക്കൻ ഡോളർ കാണിച്ചാണല്ലോ നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഡോളർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയില്ല. എണ്ണ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ രാജ്യത്ത് വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകും, നമ്മൾ സാമ്പത്തികമായി തകരും, നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയാണെന്ന് എല്ലാ ലോകരാജ്യങ്ങളും അമേരിക്കയ്ക്ക് അടിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനൊരു അവസാനം ഉണ്ടാക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ അതിന് സമ്മതിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഒരു പുതിയ പ്രതിഭാസവുമായി മുന്നോട്ട് വരാൻ പോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെട്രോ യുവാൻ എന്ന് പറയുന്ന പ്രതിഭാസം. പെട്രോ യുവാൻ നിലവിൽ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ലോകത്ത് അതൊരു പുതിയ ക്രമം ഉണ്ടാക്കും. ആ ലോകക്രമം എന്ന് പറയുന്നത്, ആ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ചൈനയുടെ നേതൃത്വത്തിലുള്ളതായിരിക്കും.